ഹായ് ഫ്രണ്ട്സ്, പോഷകസമൃദ്ധമായ ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില. ധാരാളം പ്രോട്ടീനും അയണും കാൽസ്യവും ധാതുക്കളും ഒക്കെ അടങ്ങിയ മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ ഒരു ചെറിയ മുരിങ്ങയാണ് കേട്ടോ. ഇതിലൊരു 150ഓളം മുരിങ്ങക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. ഭാരം കൊണ്ടങ്ങ് ഒടിഞ്ഞു വീഴാൻ പോയപ്പോൾ ഞാനൊരു താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എല്ലാ സമയത്തും നമുക്ക് മുരിങ്ങക്കയൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഞാനത് ആവി കയറ്റി ഉണക്കി ഒക്കെ വയ്ക്കാറുണ്ട്. അവിയലിലോ മറ്റുമൊക്കെ കറികളിലൊക്കെ വെക്കുന്നതിലേക്ക് ചേർക്കാൻ പറ്റും. മുരിങ്ങയിലയും നമുക്ക് എല്ലാ സീസണിലും ലഭിക്കുകയില്ല. ചില സമയങ്ങളിലൊക്കെ മുരിങ്ങയില പുഴുത്തോ ഉണങ്ങിയൊക്കെ പോകാറുണ്ട്. നല്ല മുരിങ്ങയില കിട്ടുന്ന സമയത്ത് കുറച്ചധികം മുരിങ്ങയില പറിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇലകൾ തണ്ടിൽ നിന്നും ഊരിയെടുക്കണം. കുറച്ചൊക്കെ ചെറിയ തണ്ടുകളൊക്കെ അതിലിരുന്നെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഞാൻ മുരിങ്ങയില ഊരുന്നത് എങ്ങനെയാണ് കേട്ടോ. മുഴുവൻ തണ്ടുമൊന്നും പോകില്ല, കുറച്ചൊക്കെ അതിൽ തന്നെ ഉണ്ടാകും. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് മുതിർന്നവർ പറയും. കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയുടെ അടിയിൽ മുഴുവൻ നല്ല വെളുത്ത പുഴുക്കളുടെ മുട്ടയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കും. അവ കഴിക്കുമ്പോൾ വിഷാംശങ്ങൾ ശരീരത്തിൽ ചെല്ലാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് മുരിങ്ങയില കഴിക്കുമ്പോൾ വയറിളക്കവും വയറുവേദനയുമൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് ആവി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ഇഡ്ഡലി തട്ട് വെച്ച ശേഷം മുരിങ്ങക്ക രണ്ടായിട്ട് കണ്ടിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മറ്റൊരു തട്ട് അതിലേക്ക് വെച്ച് നമ്മൾ ഇറുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഡ്ഡലി പാത്രം അടച്ച് ഒരു 5 മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതിയാവും. നന്നായിട്ട് മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. മുരിങ്ങയില ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഈ പരുവത്തിന് വെന്താൽ മതിയാവും. അത് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് തട്ടിയിട്ട് വെക്കണം. ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെയാണ് ഉണക്കുന്നത്. ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പ് കൂടി ഞാൻ അതിനകത്തേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാറ്റി വെക്കാം. ഇനി മുരിങ്ങക്ക കൂടി ഞാനൊന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. മുരിങ്ങക്ക ആവി കയറ്റിയത് നമുക്കെടുത്തൊന്ന് സ്പൂണ് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് കീറിയ ശേഷം അതിനകത്തെ പൾപ്പ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മുരിങ്ങക്ക നമ്മൾ പച്ച മുരിങ്ങക്ക കറി വയ്ക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ആ പൾപ്പ് എടുത്ത ശേഷം കുറച്ച് ഉപ്പുപൊടി കൂടി അതിലേക്ക് വിതറി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്ക ഉണക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടെ ഇളക്കി കൊടുക്കണം. ഇതൊരു മൾട്ടിപർപ്പസ് ഡ്രയറാണ് കേട്ടോ. ഞാൻ ഈ ഡ്രയറിൽ വെച്ചിട്ടാണ് എല്ലാം ഉണക്കിയെടുക്കുന്നത്. പൊടികളും അഴുക്കുമൊന്നും വീഴാതെ ഹൈജീനിക്കായിട്ട് ഉണക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 5 മുളകാണ് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് വറുക്കാൻ വേണ്ടിയിട്ട്. അത് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ അരി കൂടി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. മുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് മുളക് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാനൊരു 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ തിരുമ്മി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുൻപ് തന്നെ എടുക്കണം. ഡ്രൈ ചെയ്ത വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ മൂത്ത് കിട്ടും. വെള്ളിയോ ചുവന്നുള്ളിയോ പച്ചക്കിട്ടാൽ തേങ്ങയുടെ കൂടെ മൂത്ത് കിട്ടില്ല. കാരണം തേങ്ങ ചുവന്ന് വരുന്നത് വരെ മൂപ്പിക്കുന്നില്ല. തേങ്ങ ഈ പരുവത്തിന് മാത്രം ഡ്രൈ ചെയ്തെടുത്താൽ മതി. തേങ്ങ തണുത്ത ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെച്ചിട്ടുള്ള മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉണക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിനെ പൊടിച്ചെടുക്കാം. ചെറുതായിട്ട് മാത്രം പൊടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചക്കക്കുരു പുഴുങ്ങി ഉണക്കി പൊടിച്ചതോ മുരിങ്ങക്ക ഉണക്കി പൊടിച്ചതോ ഓരോ ടീസ്പൂൺ വീതം ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി പൊടിച്ചെടുത്ത ചമ്മന്തി ഒരു ഉണങ്ങിയ ടിന്നിലാക്കി സൂക്ഷിച്ചാൽ 6 മാസത്തിൽ കൂടുതൽ കേടാകാതെ ഇരിക്കും. പത്തിനും ഇഡ്ഡലിക്കും ചോറിനുമൊക്കെ കറിയായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഉപയോഗിക്കാം.